ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഹിമായ ദർസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാ ശനിയാഴ്ചകളിലും ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്ന ഇസ്ലാമികമായ തിരിച്ചറിവുകൾ നൽകുക എന്നുള്ളതാണ് ഈ ഒരു പോസിറ്റീവ് ഫ്രീ സെഷൻ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇഹലോകത്ത് സമാധാനവും പരലോകത്ത് സ്വർഗവും ലഭിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അത്തരം തിരിച്ചറിവുകളാണ് നമ്മുടെ ഓരോ ഹിമായ ദർസിലും അൽഹംദുലില്ലാ നമ്മൾ കൈമാറുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അറിവുകൾ ജീവിതത്തിൽ പകർത്താനും സമാധാന ജീവിതം ഇരുലോകത്തും നേടാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ചൂട് നൽകുന്ന തിരിച്ചറിവുകൾ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ വേനൽ കാലമായതുകൊണ്ട് തന്നെ ചൂടിൻ്റെതായ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും എന്നും നമ്മൾ പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഓ, എന്തൊരു വല്ലാത്ത ചൂടാണ്, അതിശക്തമായ ചൂടിലൂടെയാണ് നമ്മൾ പോകുന്നത്, എപ്പോഴാഞ്ഞിപ്പോ ഒരു മഴ കിട്ടുക, തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ ആവർത്തിച്ച് നമ്മുടെ സംസാരങ്ങളിൽ വരാറുണ്ട്. എന്നാൽ ഈ ചൂട് നൽകുന്ന തിരിച്ചറിവുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് 6 തിരിച്ചറിവുകളാണ് ഇന്നത്തെ ദർസിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 6 കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 6 എന്ന് 6 എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്. അതിൽ ഒന്നാമത്തത്, ചൂട് എന്ന് പറഞ്ഞാൽ ഒരു ദൃഷ്ടാന്തമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന വലിയ പ്രധാനപ്പെട്ട തത്വമാണത്. പ്രഭാതത്തെ അല്ലെങ്കിൽ പകലിനെ, സൂര്യനെ, ചന്ദ്രനെ, രാത്രിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളാക്കിയതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ചൂടിനെ അല്ലെങ്കിൽ സൂര്യനെ ഒരു ദൃഷ്ടാന്തമാക്കിയിട്ടുണ്ട്. ഓരോ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വഫിൽ അർളി ആയാത്തുൻ ലിൽ മുഖിനീൻ. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരുപാട് ആയാത്തുകളുണ്ട്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിൽ മുഖിനീൻ, അള്ളാഹുവിൽ അടിയുറച്ച് ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക്. അപ്പൊ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലും ആകാശത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ച ഓരോന്നിനെ കുറിച്ചുമുള്ള അത്ഭുതങ്ങൾ നമ്മൾ അറിയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് എന്ന
ആ ഒരു ദൃഢബോധ്യത്തിലേക്ക്, ഒരു യഖീനിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ അത് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ് സൂറത്തു ദാരിയാത്തിലെ 20-ാമത്തെ വചനത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗാംഭീര്യം ശരിക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. ഒന്ന്, സൂര്യൻ എന്ന് പറയുമ്പോൾ തന്നെ ആ സൂര്യന്റെ വലുപ്പം, ആ സൂര്യന്റെ ചൂട്, എത്രയോ ദൂരെയുള്ള സൂര്യൻ, അതിന്റെ ചൂട് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു സൃഷ്ടിപ്പിന്റെ ഗാംഭീര്യം സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ മനസ്സറിഞ്ഞു പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഹദീസിൽ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അത്തദ്രി ഐന തദ്ഹബു ശംസ്, അബൂദറെ താങ്കൾക്കറിയോ എല്ലാ വൈകുന്നേരവും സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് താങ്കൾക്കറിയുമോ? അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ എവിടേക്ക് പോകുന്നു എന്ന് നിനക്കറിയുമോ? അബൂദർ റളിയല്ലാഹു പറഞ്ഞു, ഖുൽ അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുവും അവന്റെ പ്രവാചകനുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്തൽ അർശ്, എന്നാൽ നിങ്ങൾ അറിയണം, ആ സൂര്യൻ പോകുന്നത് അർശിന്റെ താഴെ, റഹ്മാനായ റബ്ബിന്റെ അർശിന്റെ താഴെ സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ്. ഫതസ്തഅ്ദിനു ഫയുഅ്ദന ലഹാ, അങ്ങനെ അതിന് തിരിച്ചു പോകാനുള്ള, പിറ്റേ ദിവസം ഉദിക്കാനുള്ള പെർമിഷൻ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിന് നൽകപ്പെടുന്നു. എന്നാൽ ഒരു ദിവസം വരാനുണ്ട്, വയൂഷികു അൻ തസ്ജുദ ഫലാ യുഖ്ബല മിൻഹാ വതസ്തഅ്ദിന ഫലാ യുഅ്ദന ലഹാ യുഖാലു ലഹാ ഇർജിഇ മിൻ ഹൈതു ജിഇതി. എന്നാൽ ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസം വന്നെത്തിയാൽ അള്ളാഹുവിനോട് കിഴക്ക് നിന്ന് ഉദിക്കാൻ പെർമിഷൻ ചോദിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് പെർമിഷൻ കൊടുക്കൂല, അനുവാദം കൊടുക്കൂല. സൂര്യനോട് പറയപ്പെടും, ഇർജിഇ മിൻ ഹൈതു ജിഇതി, നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകുക. അങ്ങനെയാണ് ഫതത്ലു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്. കിഴക്ക് നിന്ന് ഉദിക്കുന്ന സൂര്യൻ, പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ, ഖിയാമത്ത് നാൾ വരുമ്പോ ആ ദിവസം അള്ളാഹു പെർമിഷൻ കൊടുക്കൂല കിഴക്ക് നിന്ന് ഉദിക്കാൻ. നീ അസ്തമിച്ച ഇടത്തേക്ക് തന്നെ തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ പിന്നീട് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിൽ പറഞ്ഞ വശംസു തജ്രി ലിമുസ്തഖരി ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, സൂര്യന്റെ ആ ഒരു നിശ്ചിതമായ സഞ്ചാരത്തെക്കുറിച്ച്, ആ ഒരു പോക്കിനെ കുറിച്ച് ഉള്ള പരാമർശമുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ താഴെയാണ് സുജൂദ് ചെയ്യാൻ സൂര്യൻ പോകുന്നത്. ഇത്ര വലിയ സൃഷ്ടി റഹ്മാനായ റബ്ബിന്റെ അർശിന്റെ താഴെ വിനയത്തോടുകൂടെ സുജൂദ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അഹങ്കരിക്കാൻ എന്തു വകുപ്പുള്ളത്? നമ്മളൊക്കെ എത്ര ദുർബലരാണ്, നമ്മളൊക്കെ എത്ര നിസാരന്മാരാണ്. റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഞാനൊക്കെ തിരക്കടില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം കടന്നു വരുന്നുണ്ട് നമ്മൾ ആലോചിക്കുക. ആളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവരാകാൻ വേണ്ടി നമ്മൾ എത്രത്തോളം അത്തരത്തിലുള്ള സംസാരങ്ങളും വാചകങ്ങളും ചിന്തകളും കടന്നു വരുന്നുണ്ട്.
എന്നാൽ റബ്ബിനെ കുറിച്ച്, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ പടച്ചോനെ ഞാനൊക്കെ എത്ര നിസ്സാരനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അല്ലെ? ഒരു 41 ഡിഗ്രി ചൂടായപ്പോ, ചൂട് വന്നപ്പോ തന്നെ നമ്മളൊക്കെ എത്ര അസ്വസ്ഥരാണ്. എത്രത്തോളം നമ്മൾ ആ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് വാചകങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ. ആ ചൂടിന്റെ തീഷ്ണത താങ്ങാൻ കഴിയാതെ പാമ്പുകൾ വരെ വീടുകളിലേക്ക് കയറുന്ന വാർത്തകൾ, മരണവാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് പൊട്ടിത്തെറിച്ച ന്യൂസുകൾ നമ്മൾ വായിക്കുന്നു. സൂര്യാഘാതമേറ്റുന്ന കുട്ടികളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. മനുഷ്യ, നീ ഒന്നുമല്ല. അള്ള ബോധ്യപ്പെടുത്തുന്നതാണ്, നീ ഒന്നുമല്ല. നിനക്ക് അഹങ്കരിക്കാൻ ഇവിടെ അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ ഒരു റബ്ബിന്റെ ഗാംഭീര്യത്തിലേക്ക് അത് മനസ്സിലാക്കി ആ റബ്ബിന്റെ അടിമകളാണെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഈ ചൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്ത് വരാനുള്ള ചൂടിനെ കുറിച്ചാണ്. പണ്ഡിതന്മാര് പ്രത്യേകം പറയണം. നിങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. പരലോക ചൂടിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അഥവാ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചൊരു സിസ്റ്റം, ഇവിടെ വരുന്ന പല സംഗതികളും അള്ളാഹു പരലോകത്തേക്കുള്ള ഒരു കണക്ഷൻ തരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, അതൊക്കെ പലപ്പോഴും നമ്മൾ തട്ടിച്ചു നോക്കേണ്ടത് പരലോകവുമായിട്ടാണ്. അവിടെ വരുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ വശമാണ് പരലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ചൂടിനെ കുറിച്ച്, നരകത്തിന്റെ ശക്തമായ ചൂടിനെ കുറിച്ച്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രത്തോളം നമ്മളൊക്കെ അതിനെക്കുറിച്ച് ആത്മാർത്ഥതയോടുകൂടെ, ഗൗരവത്തോടുകൂടെ ആലോചിക്കുന്നുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മൾ ആലോചിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക്, ആലോചനകളിലേക്ക് കൊണ്ടുവരാനുള്ള ചില സാമ്പിളുകളാണ് റഹ്മാനായ റബ്ബ് ഈ വേനൽക്കാലത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് AC ഇല്ലാതെ, നമുക്ക് ഫാൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റണില്ല. നമുക്കിത് സഹിക്കാൻ പറ്റണില്ല. അത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ പറയുമ്പോൾ ഖിയാമത്ത് നാളിൽ നമുക്ക് വരാനുള്ള ചൂടിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുദിന ശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖ് ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. തലക്കുമീതെ സൂര്യൻ കത്തിജ്വലിച്ചിട്ട്, എത്രയോ ദൂരെയുള്ള സൂര്യന്റെ ചൂട് ഇപ്പൊ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ നമുക്ക് തലക്ക് തൊട്ടുമീതെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കും. മനുഷ്യനോട്, സൃഷ്ടികളോട് സൂര്യൻ അടുത്തു വരും. അങ്ങനെ ഫയകൂനു നാസു അലാ ഖദ്രി അമാലിഹിം ഫിൽ അർഖ്. അന്ന് മനുഷ്യൻ വിയർപ്പിൽ കുളിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. വിയർപ്പിലായിരിക്കും അവൻ മുങ്ങി നിൽക്കുന്നത്. അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും. ചില ആളുകളുടെ ഞെരിയാണി വരെയായിരിക്കും വിയർപ്പുണ്ടാകുക. ചില ആളുകളുടെ ഇലാ റുക്ബതൈഹി, മുട്ട് വരെ ആയിരിക്കും ഉണ്ടാകുക. ചില ആളുകളുടെ അര വരെ ഉണ്ടാകും. ചില ആളുകൾ അവരുടെ മൂക്ക് വരെ അവരതിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന്
മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്താൻ, അത് അവരുടെ അലാ ഖദ്രി അഅമാലിഹിം, അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. നല്ല കർമ്മങ്ങളുണ്ടോ, നല്ല കർമ്മങ്ങളുണ്ടോ, ആ കർമ്മങ്ങൾക്കനുസരിച്ച് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അവരുടെ വിയർപ്പിന്റെ കാഠിന്യം കുറയും, അളവ് കുറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താം. ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ അർശിന്റെ തണൽ ലഭിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ. കർമ്മങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ട ഹദീത്താണ്. പള്ളിയുമായി ബന്ധപ്പെടുന്ന യുവാവിനെ കുറിച്ച്, ആരുമറിയാതെ സ്വതക്ക നൽകുന്ന സ്വതക്കയെ കുറിച്ച്, അള്ളാഹിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട സത്യവിശ്വാസികളെ കുറിച്ച്, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന വിശ്വാസിയെക്കുറിച്ച്, നീതിമാനായ ഭരണാധികാരിയെക്കുറിച്ച്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് ഫഫാദത്ത് ഐന, അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അള്ളാഹിനെ പേടിച്ച് കരഞ്ഞ ആളുകളെ കുറിച്ച് അവർക്കൊക്കെ അർശിന്റെ തണൽ നൽകപ്പെടുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ചൂട് നരകത്തിന്റെ ചൂടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ നാരി ജഹന്നം. നരകത്തിന്റെ ചൂടിനേക്കാൾ 70 ഇരട്ടി ചൂടുണ്ടാകും എന്നുള്ളതാണ്. അഥവാ നരകത്തിന്റെ 70 പാർട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് ഇവിടുത്തെ ചൂട്, ഇവിടുത്തെ തീയിന്റെ ചൂട്. മനസ്സിലായി? അപ്പൊ സഹാബികൾ പറഞ്ഞു, നബിയെ യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ, നബിയെ ആ തീയിന്റെ, ഇവിടുത്തെ തീയിന്റെ ചൂട് തന്നെ എത്രയോ മതിയായതല്ലേ, ഇതിനെ പിന്നെ എങ്ങനെ? അവൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ശരിയാണ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ ചൂടിനെ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മനസ്സിലേക്ക് വരണ്ടേ? നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് പാത്രമൊന്ന് ചൂടായാൽ നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ല. തിളച്ചു മറിയുന്ന ചായ നമ്മൾ പിടിക്കുമ്പോൾ ചൂടുണ്ടായി വളരെ പെട്ടെന്ന് നമ്മൾ താഴെ വെക്കുന്നു, ചിലപ്പോൾ നമ്മൾ താഴെ ഇടും. ഇവിടുത്തെ തീ കൊണ്ട് ചൂടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളും പാത്രങ്ങളും പിടിക്കാൻ കഴിയാത്ത നമുക്ക്, ഇവിടുത്തെ തീയല്ല, ഇവിടുത്തെ തീ കൊണ്ട് ചൂടാക്കിയ ആ പാത്രം പോലും പിടിക്കാൻ പറ്റാത്ത നമുക്ക് ഇവിടുത്തെ തീയിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള നരകാഗ്നി നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയാം? അതുകൊണ്ടാണ് സഹാബി വനിതകൾ പറഞ്ഞത്, രാവിലെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഭർത്താക്കന്മാരോട് അവർ പറഞ്ഞ വാചകം, ഞങ്ങളെ വിശപ്പ് സഹിച്ചോളാം, പക്ഷെ ഞങ്ങളെ ഹറാമെന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് കൊണ്ടുവരുത്. ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും, പക്ഷെ നരകത്തി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല, അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെ, ഇന്നൊക്കെ എത്രയോ കുടുംബങ്ങളിൽ ഹറാമുകൾ പലിശ എടുത്ത് വീടുകൾ കയറ്റുന്നു, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്നു. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, നമുക്ക് സുഖജീവിതം ഉണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന പുതിയ മുസ്ലിം തലമുറയെ നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു? സഹാബത്ത് എവിടെ നിൽക്കുന്നു? നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടില്ല, നരകം ഹൃദയങ്ങളിലേക്ക് കയറിയിട്ടില്ല. നരകത്തിനെ കുറിച്ചുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ എത്ര ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു, യാ റബ്ബി അക്കല ബഅളി ബഅള, അല്ലാഹുവേ എന്റെ ചില ഭാഗത്ത് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു പരിഹാരമായി ഫഅദിന ലഹാ ബി നഫസൈൻ,
ആ നരകത്തിന് ശ്വാസം വിടാനുള്ള രണ്ടവസരം, ഒരു വർഷത്തിൽ രണ്ടവസരം കൊടുത്തു. നഫസിൻ ഫി ശിതാ വ നഫസിൻ ഫി സൈഫ്. ഒന്ന് ശൈത്യകാലത്താണ്, അതിശക്തമായ തണുപ്പുള്ള സമയം, നരകത്തിന്റെ നിശ്വാസമാണ്, നരകത്തിന്റെ ശ്വാസം വിടലാണത്. രണ്ടാമത്തത് വനഫസിൻ ഫി സൈഫ്, വേനൽക്കാലമാണ്. ആ വേനൽക്കാലത്ത് ശക്തമായ ചൂട്, നരകം ശ്വസിക്കുന്നതാണ്, ശ്വാസം വിടുകയാണ് ചെയ്യുന്നത്, ശ്വാസം വിടുകയാണ്. അതിന്റെ പ്രയാസം നമ്മൾ ഇപ്പൊ അനുഭവിക്കുമ്പോ ആ നരകത്തെ കുറിച്ച് നമ്മൾ എത്ര ഓർക്കണം. മുൻഗാമികളൊക്കെ എത്ര ബേജാറായിട്ടുണ്ട്. കിടക്കുന്ന വിരിപ്പിൽ നിന്ന് നരകത്തെ കുറിച്ച് ആലോചിച്ച് ഉറങ്ങാൻ കഴിയാതെ രാത്രിയെ കഴിച്ചുകൂട്ടിയ മുൻഗാമികളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ഈമാൻ എത്ര നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മളെ ജീവിതം ഇങ്ങനെ തിരക്കുകളിലൂടെ കഴിഞ്ഞു പോവുകയാണ്. ഇതൊക്കെ സ്റ്റോപ്പാകുന്നൊരു ദിവസം വരൂലേ? ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു തിരക്കുമില്ലാതെ 6 അടി മണ്ണിൽ നമ്മളൊക്കെ പോയി കിടക്കും. വാൽപ്പാറയിലെ ദുരന്തം നമ്മൾ കേട്ടതാണ്, നമ്മൾ കണ്ടതാണ്. അവർക്കറിയോ, ഞാൻ ഇന്ന് പോകുന്നത് ടൂറല്ല, ഇന്ന് ഞാൻ കാലുവെച്ച് ഈ ബസ്സിലേക്ക് കയറുന്നത്, യാത്ര ചെയ്യുന്നത് എന്റെ ഖബറിലേക്കാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ കയറുമോ? നമ്മളാലേക്ക് നമ്മൾ ഇന്ന് അവരെ കുറിച്ച് സംസാരിക്കുന്നു, നാളെ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ദിവസം, അത് ചിലപ്പോ ഇന്നാകാം, അത് ചിലപ്പോ നാളെയാകാം. എത്ര നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇത്തരം ചിന്തകൾ കടന്നു വരുന്നുണ്ട്, നമ്മൾ ആലോചിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ പരലോക ചിന്തയോടെ ജീവിക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകട്ടെ. നാലാമത്തത് ക്ലിയർ ആണ്? 3 വരെ ക്ലിയർ ആണെങ്കിൽ 4 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. നാലാമത്തത്, നന്മകൾ ഒഴിവാക്കാൻ ഒരിക്കലും ഈ ചൂട് കാരണമാകാൻ പാടില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാൻ, പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയി, ഭയങ്കര ചൂടാണ് അതുകൊണ്ട് പള്ളിയിൽ പോണില്ല, അങ്ങനെ പറയാൻ പാടില്ല. സഹോദരിമാരാണെങ്കിൽ ഹിജാബ് വസ്ത്രം പുറത്തിറങ്ങുമ്പോ, ഹിജാബ് ഇപ്പോ ഇടാൻ പറ്റില്ല, കുറച്ചൊക്കെ വേറെ ഡ്രസ്സ് ധരിക്കുക, അങ്ങനെ പറയാൻ പാടില്ല. ഈ ചൂട് നമുക്കുള്ള പരീക്ഷണമാണ്. ഈ ചൂടിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നുണ്ടോ? അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് എല്ലാ അവസ്ഥകളിലും റഹ്മാനായ റബ്ബ് നോക്കുന്നത്. അതുകൊണ്ടാണ് തബൂക്ക് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ ആയത്തിറക്കി തരാണ്. ഏത് സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുണ്ട്. തബൂക്ക് യുദ്ധത്തിൽ മുനാഫിക്കുകളായ ആളുകൾ എല്ലാവരുടെ യുദ്ധത്തിന് വരാൻ പറഞ്ഞു. ശക്തമായ ചൂടുണ്ട്. ആ സമയത്ത് അവരിയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരെ പ്രവേശിച്ചു. ഞങ്ങൾ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അള്ളാന്റെ മാർഗത്തിൽ സ്വന്തം ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യാൻ അവർ വെറുത്തു. എന്നിട്ട് അവര് മറ്റുള്ള ആളുകളോട് കൂടി പറയാണ്, വഖാലു ലാ തൻഫിറൂ ഫിൽ ഹർ, ഈ ചൂടത്ത് നിങ്ങൾ എങ്ങട്ടാ പോണത്? പോകല്ലേ, ഭയങ്കര ചൂടല്ലേ, ഈ ചൂടത്താണ് യുദ്ധത്തിന് പോണത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി കൊടുക്കുക, ഖുൽ നബിയെ അവരോട് പറയുക, നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനു യഫ്ഖഹൂൻ, എന്നാ നിങ്ങൾ അറിയണം, ഇതിനേക്കാൾ ശക്തമായ ചൂടാണ് നരകത്തിൽ വരാനിരിക്കുന്നത്. അവരൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ. റഹ്മാനായ റബ്ബ് നമ്മൾ ഓർമ്മപ്പെടുത്തണം.
അതുകൊണ്ട് നന്മകളിൽ നിന്ന് പിന്തിരിയാനുള്ള, നന്മകൾ ഒഴിവാക്കാനുള്ള വേളകളല്ല ഇത്. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥകൾ മാറി വരുമ്പോഴും അള്ളാന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ സമയത്ത് നടത്തിയൊരു പ്രാർത്ഥനയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി ഖദ് കുൻതു അഖാഫുക, അല്ലാഹുവേ ഞാൻ നിന്നെ ഭയപ്പെട്ടിരുന്നു റബ്ബേ. വ അനൽ യൗം അർജൂക്, റഹ്മാനായ റബ്ബേ ഞാൻ മരിക്കാൻ കിടക്കുമ്പോ ഞാൻ നിന്നിൽ പ്രതീക്ഷ വെക്കുകയാണ്. കാരണം മരിക്കാൻ വെച്ച ഒരാൾക്ക് പ്രതീക്ഷയാണ് കൂടുതൽ ഉണ്ടാകേണ്ടത്. اللهم إنك تعلم أني لم أكن أحب الدنيا وطول البقاء فيها لجري الأنهار ولا لغرس الأشجار. അല്ലാഹുവേ നിനക്കറിയില്ല റബ്ബേ, ഞാൻ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ദുനിയാവായിരുന്നില്ല എന്റെ ലക്ഷ്യം. ഇവിടെ കുറെ കാലം വതൂലൽ ബഖാ, കുറെ കാലം ഇവിടെ ജീവിക്കണം. പുഴകൾ, നദികൾ ഒഴുകുന്നത് കാണാൻ, മരങ്ങൾ നട്ടുവളർത്താൻ, അഥവാ ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അതിങ്ങനെ ആസ്വദിച്ച് ഇവിടെ കുറെ കാലം കഴിയണം എന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പടച്ചോനെ നിനക്കറിയാലോ എന്റെ ഹൃദയം, ഈ ദുനിയാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാ? ഈ ദുനിയാവില് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ? വലാകിൻ ലിദമഇൽ ഹവാജിർ. സുബ്ഹാനല്ലാഹ്. ശക്തമായ ചൂടുള്ള, ശക്തമായ ദാഹമുള്ള സമയത്ത് നോമ്പെടുക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. വമുകാബദതി സആത്ത്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. വമുസഹമത്തിൽ ഉലമാഇ ബിറുകബ് ഇൻദ ഹിലഖി ദിക്ർ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ അരികിൽ ചെന്നിരുന്ന് ദീൻ പഠിക്കുന്നത്, അവിടെ തിരക്ക് കൂട്ടി ദീനിന്റെ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് ദുനിയാവിൽ എനിക്കിഷ്ടമുള്ളത്. അല്ലാതെ ദുനിയാവിന്റെ ഭൗതികമായ നേട്ടങ്ങൾ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന പ്രാർത്ഥന, മരണസമയത്തുള്ള പ്രാർത്ഥന നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തണം. അവരൊക്കെ എങ്ങനെയാണ് ചൂടിനെ കണ്ടിരുന്നത്? ആ ചൂട് വരെ ഇബാദത്താക്കാൻ നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ എത്രത്തോളം നമ്മുടെ ഈമാനിനെ നമ്മൾ ശക്തമാക്കണം, നമ്മൾ ആലോചിക്കുക. 5-മത്തത്, ഈ ചൂട് നമ്മുടെ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാ. നമുക്ക് വീടുണ്ടോ? ആ വീട്ടിനുള്ളിലാകുമ്പോൾ എത്ര ചൂടിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പുറത്തൊക്കെ പണിയെടുക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. നേരെ സൂര്യപ്രകാശം ശരീരത്തിൽ വന്നു പതിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ശക്തമായ ചൂടിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ നമ്മൾ കാണുന്നു. നമുക്ക് സ്വന്തമായി വീടുണ്ടാകുമ്പോൾ സ്വന്തമായി വീടില്ലാതെ കടത്തിണ്ണകളിൽ അന്തി ഉറങ്ങുന്ന ആളുകളെ നമ്മൾ കാണുന്നു. നമ്മൾ എത്ര അൽഹംദുലില്ലാ പറയണം, നമ്മൾ എത്ര അൽഹംദുലില്ലാ പറയണം. ശക്തമായ ചൂടിൽ തണലിൽ നിൽക്കാൻ അള്ളാഹു നമുക്ക് തണൽ തന്നിട്ടില്ലെങ്കിലോ? തണൽ ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ തണലിൽ നിൽക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ദിലാല. അള്ളാഹു സൃഷ്ടിച്ചത് വെച്ച് നിങ്ങൾക്ക് തണലിനെ പടച്ചുണ്ടാക്കി തന്നിട്ടുണ്ട്. വജഅല ലക്കും മിനൽ ജിബാലി അക്നാന. അള്ളാഹു നിങ്ങൾക്ക് പർവ്വതങ്ങളിൽ സുരക്ഷിതമായിരിക്കാനുള്ള താവളങ്ങൾ അല്ലെങ്കിൽ ഗുഹകൾ, സുരക്ഷിത കേന്ദ്രങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വജഅല ലക്കും സറാബീല തഖീകും അൽ ഹർ. ചൂടിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന വസ്ത്രങ്ങളെ റഹ്മാനായ റബ്ബ് തന്നിട്ടുണ്ട്. നമുക്ക് ഡ്രസ് ഇല്ലെങ്കിലോ ആ സൂര്യപ്രകാശം നേരെ നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോഴോ ഇതൊക്കെ റബ്ബിന്റെ നിഅമത്താണ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹ് പറയുന്നു, കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളാകാൻ വേണ്ടിയിട്ടാണ്
നിങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ പൂർത്തീകരിച്ചു തരുന്നത്. നമ്മൾ യഥാർത്ഥ മുസ്ലിമായോ? ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു ഏറ്റി ഏറ്റി നൽകിയിട്ട് നമ്മൾ അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങാൻ, അവന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴൊതുങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കുക. അതാണ് അഞ്ചാമത്തത്. ആറാമത്തത്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മൾ ലഘൂകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചൂടുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കാം. ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ പണിക്ക് വരുന്ന ആളുകളായിരിക്കും. അവരെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അവർക്ക് സപ്പോർട്ടാവാൻ നമ്മൾ അതിനുള്ള ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നു, വിശ്രമിക്കാനുള്ള ഇടവേളകളിൽ വിശ്രമിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. അവർക്ക് എങ്ങനെയൊക്കെ ആശ്വാസം പകർന്നു നൽകാൻ പറ്റും? വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു വലയുന്ന ജീവജാലങ്ങൾ, ഇർഹമോ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയുള്ളവയോട് കരുണ കാണിക്കും നിങ്ങൾ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അല്ലേ? കുറച്ച് വെള്ളം വെച്ചു കൊടുക്കുമ്പോ അത് പൂച്ചകൾക്ക്, അത് കിളികൾക്ക് ആശ്വാസമായി മാറുന്നു. വെള്ളം കിട്ടാതെ അതിങ്ങനെ അലയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊക്കെ പൈപ്പ് തിരിച്ച് നമുക്ക് വെള്ളം കുടിക്കാം, കിണറിൽ നിന്ന് നമുക്ക് വെള്ളം കോരിയെടുക്കാം. പക്ഷെ ജീവജാലങ്ങൾ, നമ്മൾ ആലോചിക്കുക, നമുക്ക് എങ്ങനെയെല്ലാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം തീർക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ ഖുറബിദ് ദുനിയ, ദുനിയാവിലെ ആ ഒരു പ്രതിസന്ധികളിൽ നിന്ന് ഒരു വിശ്വാസിയുടെ പ്രതിസന്ധിയെ, പ്രയാസത്തെ ആരെങ്കിലും നീക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അവന്റെ പ്രയാസങ്ങളിൽപ്പെട്ട പ്രയാസങ്ങളെ പടച്ചോൻ എന്ത് ചെയ്യും? മാറ്റി കൊടുക്കും. അല്ലെ? വെള്ളമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെള്ളം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ? നമ്മൾ നോക്കുക. പൊതു ഇടങ്ങളിൽ വെള്ളം, ആളുകൾക്ക് എപ്പോഴും വെള്ളം ആവശ്യമുണ്ട്. അങ്ങനെ സംഗതി നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ ദർസിലെ ചോദ്യമാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ചെയ്യുമ്പോ അത് നമ്മുടെ പരലോകത്തിലെ ചൂട് കുറക്കാനുള്ള സംഗതിയാണ് നമ്മൾ ചെയ്യുന്നത്. ദുനിയാവിലെ ചൂട് കുറക്കാൻ നമ്മൾ പോയി AC ഇടാം, നമുക്ക് ഫാൻ ഇടാം, അല്ലെ? നമുക്ക് ഭൗതികമായ സംഗതികളൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യാം. പക്ഷെ പരലോകത്ത് ചൂട് കുറക്കാൻ, കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരണം. ദുനിയാവിലെ ഏതൊരു പ്രതിസന്ധിയും ഏതൊരു പ്രയാസവും പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഹിക്മത്ത് അതാണ്. മനുഷ്യ, നീ ഇവിടെ കാലാകാലം കഴിയേണ്ടവനല്ല. അതിനെക്കുറിച്ച് മാത്രം ബേജാറായി, അതിനെക്കുറിച്ച് മാത്രം ടെൻഷൻ അടിച്ച്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുരുകി തീരാനുള്ളതല്ല നിന്റെ ജീവിതം. പരലോകം നിന്റെ ചിന്തകളിൽ വരണം. ഇന്ന് ഒരു ദിവസം കഴിയാനായി. നമ്മൾ എത്ര പരലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും? എത്ര ചിന്തിച്ചിട്ടുണ്ടാവും? നമ്മൾ ആലോചിക്കുക. നമ്മുടെ ചിന്തകളിൽ നിന്ന് പരലോകം മറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക് പരലോകത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് ഈ ചൂട്. മനസ്സിലായി? പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നടക്കണം.
റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, അർഷിന്റെ തണൽ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, സ്വർഗത്തിന്റെ വാതായനങ്ങളിലൂടെ കടന്നു പോകാനുള്ള തൗഫീക്ക് ലഭിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹു ബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.